Meet the editors. വിവാദത്തിന് പിന്നാലെ ആരോപണം നിഷേധിച്ച് ബാർ അസോസിയേഷൻ നേതാക്കൾ രംഗത്തെത്തി. കോഴയ്ക്ക് സർക്കാർ സമീപിക്കുകയോ പണം പിരിക്കാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞത്. എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രകടന പത്രിക അട്ടിമറിച്ച് LDF ജനത്തെ കബളിപ്പിച്ചു എന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിയുടെ വിമർശനം. എന്നാൽ മദ്യനയം മാറ്റിയിട്ടില്ല എന്നും വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നമ്മുടെ ചോദ്യം ബാർ കോഴ സംശയിക്കണോ എന്നതാണ്. ഉണ്ണിബാലകൃഷ്ണൻ, ഒരു രണ്ടാം ബാർ കോഴ വിവാദമായി മാറുകയാണോ? 2011 അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ബാർക്കോഴ വിവാദവും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദവും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു രണ്ടാം ബാർക്കോഴ വിവാദമാണ് എന്ന പ്രയോഗത്തോട് എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പം എന്തായിരുന്നു ഒന്നാം ബാർക്കോഴ വിവാദം അങ്ങനെയാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2014 ഒക്ടോബർ 31 മനോരമ ന്യൂസിൻ്റെ കൗണ്ടർ പോയിൻ്റ് പരിപാടിയിൽ ഷാനി പ്രഭാകറുമായുള്ള ചർച്ചയ്ക്കിടെ ബിജു രമേശ് എന്ന ബാർ മുതലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തൽ ഒരു മന്ത്രിക്ക് 1 കോടി രൂപ ബാറുകൾ തുറന്നു കിട്ടാൻ വേണ്ടി കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ആരെയും ഞെട്ടിക്കുന്ന കേരളത്തിൽ ആ ചർച്ച കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചൊരു വെളിപ്പെടുത്തലായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ആർക്കാണ് കൈക്കൂലി കൊടുത്തത് എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അത് അന്ന് നിയമമന്ത്രിയായിരുന്ന ശ്രീ KM മാണിക്കാണ് 1 കോടി രൂപ നൽകിയതെന്നും ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴ വിവാദം എന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നം രൂപപ്പെടുന്നത്. പിന്നീട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരളം ദൃക്സാക്ഷികളായതാണ്. അതിനുശേഷമാണ് ബിജു രമേശ് പോയിട്ട് ഈ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുന്നു, രഹസ്യമൊഴി കൊടുക്കുന്നു. ആ രഹസ്യമൊഴിയിൽ അദ്ദേഹം പറയുന്നു KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബുവിന് പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ വളരെ കൃത്യതയോടുകൂടിയാണ് ബിജു രമേശ് അന്ന് പറഞ്ഞിരുന്നത്. അവിടെ സർക്കാർ ഡയറക്റ്റ്ലി ഇംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ഒരു സംശയത്തിനും ഇട നൽകാതെ ആ ആരോപണത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയിക്കാം. പക്ഷേ ആ ആരോപണം മറച്ചു വെച്ചുകൊണ്ടല്ല, ഒരു കാര്യവും മറച്ചു വെച്ചുകൊണ്ടല്ല ബിജു രമേശ് ഉയർത്തിയത്. വളരെ കൃത്യമായി KM മാണിയെ തന്നെ അദ്ദേഹം പിൻ പോയിന്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു, കൊടുത്ത പണം പറയുന്നു. പിന്നീട് KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, എക്സൈസ് മന്ത്രിയായ ബാബുവിൻ്റെ പേര് പറയുന്നു, ആരോഗ്യമന്ത്രിയായ VS ശിവകുമാറിൻ്റെ പേര് പറയുന്നു. പിന്നീട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ജോസ് K മാണി 10 കോടി രൂപ ബിജു രമേശിന് വാഗ്ദാനം ചെയ്ത കാര്യം അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നു. ഒടുവിൽ എന്താ സംഭവിച്ചത്? കമാൽ പാഷയുടെ ബെഞ്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ KM മാണി രാജിവെച്ച് പോകുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രീയ കേരളത്തിൽ ബാർക്കോഴ ഒരു വലിയ വിവാദമായി മാറുകയും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പോവുകയും ചെയ്യുന്നതാണ്. ഇതാണല്ലോ ബാർക്കോഴ വിവാദം. എന്നാൽ ഇന്നിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ വിവാദത്തിൽ ഈ പറയുന്ന ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിടുന്നു. ആ ശബ്ദ സന്ദേശത്തിലെ ക്രക്സ് എന്താണ്? നോക്കൂ, സർക്കാർ മദ്യനയം രൂപീകരിക്കാൻ പോകുന്നു. അവിടെ നമുക്ക് ചില ഇളവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതെന്താണ് ആ ഇളവുകൾ? ഡ്രൈ ഡേ മാറ്റി കിട്ടണം. അതേപോലെ തന്നെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള സമയം മാറ്റി കിട്ടണം. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ ഒഴിവാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ അതൊന്നും സൗജന്യമായി കിട്ടില്ല. നമുക്ക് ചിലരെയൊക്കെ കണ്ട് പണം കൊടുത്ത് ഇത് നേടിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പണം കൊടുത്തതായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രി പണം ആവശ്യപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഭരണമുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി, അതിപ്പം CPM ഓ CPI ഓ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി പണം ആവശ്യപ്പെട്ടതായോ പണം കൈപ്പറ്റിയതായോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സഹവ്യവസായികൾക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയാണ്. ആ ശബ്ദ സന്ദേശത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അഥവാ സർക്കാരിനെ ഡയറക്റ്റായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഡയറക്റ്റായി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു അലിഗേഷനും ഈ ശബ്ദ സന്ദേശത്തിലില്ല. അതുകൊണ്ട് ഈ പറയുന്ന 2014 രൂപപ്പെട്ടു വന്ന ബാർക്കോഴ വിവാദവും ഇപ്പോഴത്തെ വിവാദവും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല എന്ന് മാത്രവുമല്ല, ഇത് അങ്ങേയറ്റം ദുർബലമായ ഒരു പ്രശ്നവുമാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്?
ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾ രൂപപ്പെട്ടു വരും. അതിപ്പോൾ കേരളത്തിൽ ഒരു പുതിയ കാര്യമല്ലല്ലോ ഈ അബ്കാരികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമല്ല. ആ കാര്യത്തിൽ അവരുടെ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊക്കെ പരസ്പരം മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അബ്കാരികളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കേരളത്തിലൊരു പുതിയ സംഭവമല്ല. അതുകൊണ്ട് ഇങ്ങനൊരു ശബ്ദ സന്ദേശം വരുമ്പോൾ നിശ്ചയമായും ചില സംശയങ്ങൾ പൊതുസമൂഹത്തിൽ രൂപപ്പെടും. അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ കൂടി ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന ഇന്നലെ നടന്ന സമ്മേളനത്തിൻ്റെ അതിൻ്റെ അജണ്ട ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ അജണ്ടയിൽ വളരെ വ്യക്തമായി മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു യോഗമാണ് അജണ്ട എന്ന് പറയുന്നു. അതേ സംബന്ധിച്ച് ആ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ ഈ പണപ്പിരിവ് ആലോചിച്ചിരുന്നു, പക്ഷേ ആ പണപ്പിരിവ് ആലോചിച്ചിരുന്നത് ഈ പറയുന്ന അസോസിയേഷൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനൊരു കാര്യം ആ അജണ്ടയിലില്ല. അങ്ങനെ ഒരു കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ചർച്ച ചെയ്യേണ്ടതാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു അജണ്ട ഒരു യോഗത്തിന് നിശ്ചയിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കും. ഇത്തരത്തിലൊരു അജണ്ടയില്ല. അപ്പോൾ ഒരു സംശയത്തിൻ്റെ സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇനി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് അനിമോനെ പുറത്താക്കിയെന്ന് പറയുന്നു. അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ അതും അജണ്ടയിൽ ഉൾപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്, അത് അജണ്ടയിലില്ല. എന്ന് മാത്രമല്ല, എല്ലാ സംഘടനകളും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിന് ചില രീതികളുണ്ട്, സംഘടനാ രീതികളുണ്ട്. ഇപ്പോൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ്, ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന വളരെ പ്രോമിനൻ്റ് ആയ പൊസിഷനിലിരിക്കുന്ന ആളുകളെ പുറത്താക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഇൻറ്റേർണൽ എൻക്വയറി നടക്കണം, ഒരു വിശദീകരണം ചോദിക്കണം. അല്ലാതെ രാത്രിയിൽ പെട്ടെന്ന് പുറത്താക്കുക എന്നുള്ളതല്ല ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സംശയങ്ങൾ രൂപീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അനിമോൻ എന്ന് പറയുന്നത് ഒരു വലിയ ബാർ വ്യവസായിയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അയാളൊരു ചെറിയ വ്യവസായിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായി ഇനിയൊരു സംഘടന തനിക്കെതിരായി നീങ്ങുന്നു എന്ന് കണ്ടിട്ട് എന്നാൽ ഇവർക്കിട്ടൊരു പണി കൊടുത്തു കളയാമെന്ന് വിചാരിച്ചൊരു സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത്ര ശക്തനായൊരു, അല്ലെങ്കിൽ അങ്ങനെ വലിയ പിൻബലമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അത്രയും വലിയൊരു വമ്പൻ വ്യവസായി ആയിരിക്കണം ഈ സർക്കാരിനെ അങ്ങ് നേരിട്ട് കളയാമെന്ന് തീരുമാനിക്കുന്ന ആ രീതിയിലൊരു വ്യവസായി അനുമോനെ നമുക്ക് അറിയില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ 1, 2, 3, 4 കാരണങ്ങൾ പൊതുസമൂഹത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞിട്ടുള്ളത് DGPക്ക് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ്. രാജേഷ് പരാതി കൊടുത്താൽ ഉടനെ തന്നെ പോലീസ് ആക്ട് ചെയ്യേണ്ടതുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കേണ്ടതുണ്ട്, ഈ പറയുന്ന ഹോട്ടൽ റെനസൻസിലെ അവിടുത്തെ CCTVകൾ പരിശോധിക്കേണ്ടതുണ്ട്, അടിയന്തരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിനൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടാവുന്ന തെളിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് ആ സംശയം ദൂരീകരിക്കാനുള്ളൊരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അവിടെ MP രാജേഷ് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവർ ഈ പല രീതിയിൽ ഈ സംഘടന പണപ്പിരിവ് നടത്തുന്നൊരു സംഘടനയാണ്, അവർ കേസ് നടത്താൻ പോലും പണം ഇങ്ങനെ പിരിക്കുന്നവരാണ്, എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ എനിക്ക് പരിചയമുള്ള ചില ബാർ ഉടമകൾ എന്നോട് പറയുകയും ചെയ്യുന്നു. പല രീതിയിൽ ഇവർ പിരിവ് നടത്തുന്നുണ്ട്, എന്നിട്ട് വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് അമർഷവുമുണ്ട് ഈ പറയുന്ന അസോസിയേഷനിലെ പല അംഗങ്ങൾക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യവും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു ദുർബലമായ കേസാണ്. ഈ പറയുന്ന അനിമോൻ എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖയിൽ സർക്കാരിനെയോ ഏതെങ്കിലും മന്ത്രിയെയോ ഏതെങ്കിലും ഭരണകക്ഷിയോ ഇംപ്ലിക്കേറ്റ് ചെയ്യാവുന്ന യാതൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഭരണമുന്നണിയെ പ്രതിക്കൂട്ടിൽ നിർത്താനോ കഴിയുകയില്ല. ഈ അവസരം സന്ദർഭോചിതമായി പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന സംശയങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി അത്തരം കാര്യങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഉണ്ണിവാർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് അതുമായി താരതമ്യം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അത്ര തീവ്രതയുള്ള ഒരു ആരോപണമായിട്ട് ഉയരുന്നില്ല. പക്ഷേ ചില സാമ്യങ്ങളുണ്ട് താനും. രണ്ടും സംഘടനാ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നാണ്. മറ്റൊരു വെളിപ്പെടുത്തലായിരുന്നു, അത് ബിജു രമേശിൻ്റെതായിരുന്നു. ഇന്നിപ്പോൾ സംഘടനാ ഭാരവാഹി എന്ന് പറയുമ്പോൾ വെറും ഭാരവാഹിയല്ല, അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വ്യവസായിയല്ല അദ്ദേഹം. അറിയപ്പെടുന്ന, അത്യാവശ്യം ആ മേഖലയിൽ തന്നെ നന്നായി അറിയപ്പെടുന്ന ഒരു ബാർ മുതലാളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല എന്ന് ഡിനേ ചെയ്തിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല ഡിനേ ചെയ്തിട്ടില്ല. മാത്രമല്ല അതിൽ കൂടുതൽ പ്രതികരിക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നു. ഇങ്ങനെയൊരു ശബ്ദരേഖ പുറത്തു വരുന്നു. ഇങ്ങനെയൊരു ശബ്ദരേഖ പുറത്തു വരുന്നത് ഇതിപ്പോൾ ഈ വാർത്ത ആദ്യം വന്നിരിക്കുന്ന മാതൃഭൂമി പത്രത്തിലാണ്. അനീഷ് ജേക്കബിൻ്റെ വാർത്തയാണ്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ചാനലുകൾ വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാർ ഉടമകൾ ഇതിനുശേഷം ഈ സംഘടനയുടെ പ്രസിഡന്റ് സുനിൽ കുമാർ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ആലോചിച്ചിരുന്നതാണ് എന്ന് പറയുന്നു.
അതേപോലെ ഒരു കെട്ടിടം പണിയാനുള്ള ആലോചന, അതിനുള്ള പണം പിരിക്കൽ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട പുറത്തു വരുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെ റെയ്ഡുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നുള്ള അജണ്ട പുറത്തു വരികയാണ്. അപ്പോൾ എവിടെയൊക്കെയോ കളവ് പറയുന്നുണ്ട്. ഈ പണം പിരിച്ച് സർക്കാരിന് കൊടുത്താൽ ഒരുപക്ഷെ സാധ്യമാകുമെന്ന ആലോചനയിൽ നിന്ന് സർക്കാരുമായി ആലോചിക്കാതെ, സർക്കാർ അതാ പറയുന്നത്, ഞങ്ങൾ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ശരിയാണല്ലോ, ഡ്രൈ ഡേ മാറ്റുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നേ ഉള്ളൂ. തീരുമാനിക്കപ്പെടാത്ത മദ്യനയത്തെപ്പറ്റി പ്രഖ്യാപിക്കപ്പെടാത്ത ഇളവിൻ്റെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷിക്കണം. ആ രീതിയിൽ അന്വേഷിക്കണമെന്ന് വരുമ്പോൾ ഇന്നിപ്പോൾ MP രാജേഷിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലൊന്നും മാധ്യമങ്ങൾ പ്രതികരിച്ചില്ല. നേരത്തെ നമ്മുടെ ചർച്ചയിൽ നികേഷ് കുമാറിനോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കൊടുത്ത വാർത്ത തരുന്നത് അങ്ങനെയല്ല. MP രാജേഷ് ആ ഘട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ള ചോദ്യത്തിന് ഒരു ശക്തമായ മറുപടി, ഒരു ദുർബലമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തി, ആലോചിക്കുന്നു എന്ന മട്ടിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അപ്പോൾ വന്ന ഒരു വാർത്തയോട് പ്രതികരിക്കുന്നതാവണം. അങ്ങനെയല്ല, ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. രാജേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പോലീസ് ചീഫിന് പരാതി കൊടുക്കുന്നു, ഇപ്പോൾ ADGP ക്രൈംബ്രാഞ്ചിന് പോലീസ് ചീഫ് ആ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതും പരാതി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രൂപത്തിലേക്ക്, ഒരു ഗൗരവത്തിലേക്ക് അത് പോയില്ല എന്നൊരു സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വളരെ വിശദമാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ അത് സുധാകരൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ, ദുർബലമായ ചില വാദങ്ങൾ, അതിനൊക്കെയുള്ള മറുപടിയായിട്ട് വലിയ ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി അക്കാര്യം വിശദീകരിച്ചത്, ഞാനത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ വാർത്ത കൊടുത്തു എന്നാണ്. അല്ല, അന്വേഷണം ആ സമയത്ത് ഉത്തരവിട്ടിട്ടില്ല. നമ്മൾ ഫാക്ച്വൽ ആവണമല്ലോ. മന്ത്രി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണത്തിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. ആദ്യഘട്ടത്തിൽ ദുർബലമായ പ്രതികരണമായിരുന്നു എന്ന് തന്നെയാണ്. പിന്നീട് അദ്ദേഹം പ്രതികരിക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിനുശേഷമാണ് DGP പരാതി നൽകുന്നത്. ആ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ അതായിരുന്നു, ആ സമയത്ത് അങ്ങനെയായിരുന്നു പ്രതികരണം എന്നുള്ളതാണ്. അത് മുഴുവൻ സമയം നമ്മൾ ആ രൂപത്തിൽ വാർത്ത കൊടുത്തിട്ടുമില്ല. അത് അദ്ദേഹത്തിന് സംശയമായിരിക്കാം. അല്ല, മാറ്റണതാണ്, ഉറപ്പായിട്ട് മാറ്റണതാണ്. പിന്നെ ഈ ബാർ ഉടമകളുടെ യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്തിരുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അന്വേഷണം പറയും, DGP എന്താണ് അന്വേഷിക്കുക, അപ്പോൾ പോലീസ് അന്വേഷിക്കുക എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്. ഇതൊരു വ്യക്തിപരമായ ക്രമക്കേട് എന്ന രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത് എവിടെ വരെ എത്തും? ഇപ്പോൾ ഈ അനിമോൻ്റെ ശബ്ദരേഖ, അനിമോൻ മാത്രം പ്രതിക്കൂട്ടിലാവുന്ന രീതിയിലാണ് അന്വേഷിക്കുക, അതോ ഈ തരത്തിലൊരു യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ബാർ ഉടമകളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അജണ്ട പുറത്തു വന്നു കഴിയുമ്പോൾ, അതിന്മേൽ കളവ് പറയുമ്പോൾ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് കടക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന അനിമോൻ്റെ അടുത്ത പ്രതികരണം വരേണ്ടതുണ്ട്. ആ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് വരും ദിവസം വന്നേ തീരുകയുള്ളൂ. ഏതായാലും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അന്നത്തെ സാഹചര്യം, ഒന്നാം ബാർക്കോയുടെ സമയത്ത് എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വ്യത്യാസമുണ്ടായിരുന്നല്ലോ. അന്ന് ഭരണപക്ഷത്തു നിന്ന് തന്നെ മാണിക്കെതിരെ ചില നടപടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം ഒരു വഴിക്ക് നടത്തുന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നൊരു വ്യത്യാസമുണ്ട്. അന്ന് അകത്തുനിന്ന് തന്നെയുള്ള ഒരു പാരവയ്ക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യവുമുണ്ട്. പക്ഷേ എപ്പോഴും അന്നായാലും ഇന്നായാലും ബാർക്കോഴ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു, അന്ന് തെളിവുകൾക്ക് പിന്നാലെ പോയോ, മുന്നണി മാറിക്കഴിഞ്ഞപ്പോൾ എവിടെ വെച്ച് അന്വേഷണം അവസാനിച്ചു എന്നൊക്കെ ഉള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ മുന്നണി മാറിക്കഴിയുമ്പോൾ അതിലൊക്കെ അന്വേഷണം എങ്ങനെ പോകുന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ എന്താണ്, അനിമോൻ്റെ ഇടപാടാണോ അന്വേഷിക്കുന്നത്, അതോ ഈ അസോസിയേഷനെ മുഴുവൻ തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, അന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ച സുദേവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, സുകേശൻ, ശരി. അപ്പോൾ അങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴുണ്ടോ, അത്തരത്തിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തുണ്ടോ എന്നും കൂടി സംശയമാണ്. അപ്പോൾ പൂരിപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അത് സർക്കാർ പൂരിപ്പിക്കേണ്ടതാണ്. സർക്കാർ പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ അഴിമതിക്കാരാണ്, അല്ല അഴിമതി ചെയ്തിട്ടില്ല എന്നിങ്ങനെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതല്ല. ഇതിന്മേലുള്ള അന്വേഷണം ഏത് വിധത്തിലാണ് എന്ന് കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്കെതിരെയുള്ള അന്വേഷണമായിട്ട് അത് ചുരുക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരു ചെറിയ സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നികേഷ്, ഈ ഉണ്ണികൃഷ്ണൻ BA.B.Ed എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടലെ ഉമ്മച്ച എന്ന് പറയുന്നുണ്ട്. ഇത് ഏതാണ്ട് അതേ നിലയിൽ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ്. നോക്കൂ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബാറ് അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എല്ലാ കാലഘട്ടത്തിലും. എപ്പോഴും രാഷ്ട്രീയക്കാർക്ക് പണം ആവശ്യമാണെങ്കിൽ ഒന്നുകിൽ ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങുക, പിൽക്കാലത്ത് അത് നയരൂപീകരണത്തിൻ്റെ ഈ പണം വാങ്ങുന്നത് നയരൂപീകരണത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളതാണ്. അതൊന്നും വെറും ഒരു ആക്ഷേപം മാത്രമല്ല, ഇതൊക്കെ ആക്ഷേപമായി അന്ന് ഉയർന്നു വരികയും
അത് ആ ആക്ഷേപം യോഗത്തിൽ ഉന്നയിച്ചു, ബാർ ഉടമകളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ആ കാര്യത്തിൽ ചർച്ച നടക്കുന്നത് ആ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾ റെക്കോർഡ് ചെയ്ത് പിൽക്കാലത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെയാണ് ഈ പറയുന്ന നോട്ടെണ്ണുന്ന യന്ത്രം എന്നൊക്കെ പറയുന്നത്. ഞാനാണ് തിരുവനന്തപുരത്ത് പോയി ആ പറയുന്ന റെക്കോർഡുകൾ മുഴുവൻ എടുത്ത് കേട്ട്, എൻ്റെ 1.5-2 ദിവസത്തെ പണിയാണത്. അതിനകത്ത് നിന്ന് ഈ പറയുന്ന നോട്ടെണ്ണൽ യന്ത്രം എന്ന് പറയുന്ന ഒരു പരാമർശം എടുത്ത് ഇതാ ഈ ടിക്കറിലാണ് അത് ആദ്യം പോയത് എന്നുള്ളത് കൂടി കാണണം. ഞാൻ പറഞ്ഞു വന്നത് തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം കാലോചിതമായി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വിപ്ലവകരമാണ് എന്നുള്ളതാണ്. ഒന്ന്, ബാർ ലൈസൻസ് അനുവദിക്കുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് തൻ്റെ ഹോട്ടൽ ബാർ ലൈസൻസ് വാങ്ങി അതൊരു ബാറാക്കി മാറ്റാൻ വേണ്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ചില ബാർ ഉടമകളുടെ മാത്രം അവകാശമായിരുന്നു ഈ ബാർ ലൈസൻസ് എന്ന് പറയുന്നത്. അത് ഓൺലൈൻ ആക്കുന്നു. അതായത് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുണ്ടോ, 3-ാം തരം ക്ലാസിഫിക്കേഷനുള്ള അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിന് മുകളിലുള്ള ഹോട്ടലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ബാർ ലൈസൻസ് കിട്ടുന്ന പ്രക്രിയയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഓൺലൈനായി അപേക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. വളരെ സുതാര്യമായി നമുക്ക് ഓൺലൈനായി അപേക്ഷിച്ചാൽ നമുക്ക് ബാർ ലൈസൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്താണ് നേരത്തെ എം പി രാജേഷ് ഏറ്റവും കൂടുതൽ വാദിച്ചു നിന്നിട്ടുള്ള കാര്യം. ഈ പ്രതിവർഷം ബാർ ഉടമകൾ ബാർ ലൈസൻസ് ഫീ ആയി അടക്കേണ്ടിയിരുന്നത് 23 ലക്ഷം രൂപയാണ് 2011-2016 കാലഘട്ടത്തിൽ. 23 ലക്ഷം രൂപയിൽ നിന്ന് ഈ പറയുന്ന 11-16 കാലഘട്ടത്തിൽ ആകെ 1 ലക്ഷം രൂപയാണ് കൂട്ടിയത്. പിന്നീട് വന്ന LDF സർക്കാർ, അതായത് 2016 മുതൽ 2021 വരെയുള്ള LDF സർക്കാർ 5 ലക്ഷം രൂപ കൂട്ടി. പിന്നീട് 21-24 സർക്കാർ, ഇപ്പോഴും തുടർന്ന LDF സർക്കാർ ആദ്യം 2 ലക്ഷം കൂടി MV ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യത്തിൽ. കഴിഞ്ഞ വർഷം MP രാജേഷ് എക്സൈസ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും 5 ലക്ഷം കൂട്ടി. അതായത് ഈ 8 വർഷത്തിനുള്ളിൽ ബാർ ലൈസൻസ് ഫീയുടെ 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ബാർ ലൈസൻസ് ഫീയുടെ പ്രത്യേകത? മുൻകാലങ്ങളിൽ ഈ പറയുന്ന ബാർ ലൈസൻസ് ഫീ ഞാനിതാ 5 ലക്ഷം കൂട്ടാൻ പോകുന്നു, 8 ലക്ഷം കൂട്ടാൻ പോകുന്നു എന്ന് ബാർ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടാണ് കെ ബാബു ഈ കാര്യത്തിൽ ബാർഗെയിനിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 8 ലക്ഷം രൂപ കൊടുക്കണോ അതോ ബാബുവിന് മാത്രമായി ഒരു കിഴി കൊടുത്താൽ മതിയോ എന്നൊരു ആലോചന വരികയും കിഴി കൊടുത്താൽ മതി എന്ന നിലയിൽ ബാബുവിന് മാത്രം കിഴി കൊടുക്കുന്നു. ആ ഘട്ടത്തിലെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന നിയമമന്ത്രിയായിരുന്ന ആൾ ഈ വാർത്ത കേൾക്കുകയും പിന്നീട് ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട ഫയൽ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാർ ഉടമകൾ നേരെ ബാബുവിൻ്റെ അടുത്ത് പോകുന്നു, നിങ്ങൾക്ക് പൈസ തന്നിട്ട് പോലും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ബാബു പറയുന്നു, അത് മാണി സാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾ മാണി സാറിനെ സമീപിക്കുക. അപ്പോൾ മാണി സാറിൻ്റെ അടുത്തേക്ക് ഇവർ പോകുമ്പോൾ അതാണ് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബിജു രമേശിൻ്റെ കൊട്ടേഷൻ. അതായത് ഒരു ടെലിവിഷൻ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ബിജു രമേശ് പറയാണ്, ഞങ്ങൾ മാണി സാറിന് 1 കോടി രൂപ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ഫയൽ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബാർ ഉടമകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക്. കാരണം അവർ ഓരോ വർഷവും ഇതാ ഇപ്പോൾ 12 ലക്ഷം രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയതിന് ശേഷം കൂടുതലായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വെറും 23 ലക്ഷം ആയിരുന്നത് ഇപ്പോൾ അത് 26 ലക്ഷമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അതിനകത്തുള്ള. പിന്നെ ടേൺ ഓവർ ടോക്സിനെ കുറിച്ചൊക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് അക്കാര്യത്തിൽ MP രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദീകരണം നൽകുന്നത്. ടേൺ ഓവർ ടാക്സ് എന്ന് പറയുന്നത് ഡ്യൂ ആയി കിടക്കുന്നവർക്കെതിരെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവരിൽ ചിലർ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. സ്റ്റേ വാങ്ങാത്തവർക്ക് ജപ്തി നടപടികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളതായി പിന്നീട് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി കേൾക്കുന്നില്ല. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാറിലെ ക്രമക്കേടാണ്. ഇപ്പോൾ 11 മണിവരെയാണ് ബാർ പ്രവർത്തിക്കേണ്ടത്, ചിലർ 12 മണിവരെ പ്രവർത്തിപ്പിക്കും. അങ്ങനെ ക്രമക്കേട് നടത്തുന്നവർക്ക് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്? നേരത്തെ അത് വെറും പിഴ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പിഴ ഇരട്ടിയാക്കിയെന്ന് മാത്രമല്ല
ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും റദ്ദ് ചെയ്യാനും. അങ്ങനെ എത്ര ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 30 ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്? 2 ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ബാർ ഉടമകളുമായി ഏതെങ്കിലും തരത്തിലൊരു നെഗോഷിയേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഈ എക്സൈസ് വകുപ്പിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണത്തിൽ യാതൊരു വിശ്വാസ്യത ഉണ്ടാകുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ സുധാകരൻ വി.ഡി. സതീശനും നടത്തുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ പ്രാഥമികമായി പരിഗണിക്കേണ്ടത്. സുധാകരൻ പറയുന്നു IT പാർക്കുകളിൽ ബാർ അനുവദിക്കാൻ തീരുമാനിച്ചതും അഴിമതിയാണ് എന്നാണ്. വി.ഡി. സതീശൻ പറയുന്നത് അതൊന്നുമില്ല, അത് രണ്ടും രണ്ടാണ്. മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇക്കാര്യം പരിഗണിച്ചു വരികയാണ് എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ നിയമസഭയിലെ ചർച്ചയ്ക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ അത് ഇനിയൊരു നയമായി വരുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു അഴിമതി ആരോപണം അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഇതിനകത്ത് അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ കാതലായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നോക്കൂ, ബംഗളൂരുവിലൊക്കെ തന്നെയും ജലക്ഷാമം അതിരൂക്ഷമാണ്. നമുക്കറിയാം IT പാർക്ക് 1980കളിൽ E.K. നായനാരുടെ കാലത്താണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ആ ബസ് മിസ് ചെയ്തു പോയി. പിന്നീട് ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ ഒക്കെ തന്നെയും നമ്മളുടെ ആ റോൾ ഏറ്റെടുക്കുകയും അവർ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ സിറ്റികൾക്കൊക്കെ തന്നെയും ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ IT പാർക്കുകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വളരെ ഉപരിപ്ലവമായി ഈ കാര്യങ്ങൾ കാണുന്നു. അവിടെയും മദ്യം വിളമ്പണോ എന്നുള്ളതാണ്. മദ്യം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലൊന്നും മദ്യം ഈ പറയുന്ന പോലെ ഒരു 2 കുപ്പി വാങ്ങി കുടിക്കുന്നവരൊന്നുമല്ല. അവർ ചില ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് ചില പാർട്ടികൾക്കൊക്കെ വളരെ ലളിതമായ വിധത്തിൽ മദ്യം വിളമ്പുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇൻ്റർനാഷണലാണ്. നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ കമ്പനി കേരളത്തിലേക്ക് വരണമെങ്കിൽ, കൊച്ചിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഇതൊരു മാനദണ്ഡമാണ് ഈ പറയുന്ന ബാർ ലൈസൻസ് എന്ന് പറയുന്നത്, പബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള കാതലായിട്ടുള്ള പരിഷ്കാരങ്ങളിലേക്ക്, ഒരുപക്ഷെ സംസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിഷ്കാരങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം മാറ്റവുമായി എത്തുന്ന ഘട്ടത്തിൽ അതിനെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UDFൻ്റെ തളപ്പ് LDFൻ്റെ കാലത്ത് ഇട്ടുകൊടുക്കുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള കാര്യമായിട്ടേ ഞാനിതിനെ കാണുന്നു. ശരി, സുജയ. വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ റീസൺ ആണ് ഇവിടെ സാർ വളരെ വിശദമായി തന്നെ അതേക്കുറിച്ച് പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ ഈ 1-ാം തീയതി മദ്യം കിട്ടാത്തത് കൊണ്ട് അതിനെ വലുതായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ആഖ്യാനമാണ്. 1-ാം തീയതി എന്ന് പറയുന്നത് 12 മാസമേ ഉള്ളൂ ഒരു വർഷത്തിൽ, അപ്പോൾ 12 ദിവസം. ആ 1-ാം തീയതി അല്ലാത്ത തീയതികളിലൊക്കെ ഇവിടെ ഇന്റർനാഷണൽ സെമിനാറുകളെല്ലാം അതുപോലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളെല്ലാം കാര്യമായി നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വാദത്തിന് ഒരു കാര്യമുണ്ട്, ആധികാരികതയുണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലാതെ എല്ലാ മാസത്തെയും 1-ാം തീയതി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ എന്നല്ല ഏതെങ്കിലും രാജ്യങ്ങളിൽ അങ്ങനെ 1-ാം തീയതി സെലക്ട് ചെയ്തുകൊണ്ട് ആ ദിവസം മാത്രം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നടത്തുന്ന ഒരു രീതി അങ്ങനെ പ്രചാരത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുത്താം. അപ്പോൾ ഈ 12 ദിവസങ്ങളിലെ ഡ്രൈ ഡേ എടുത്തു കളയുന്നതിന് ന്യായമായി മാർച്ച് മാസത്തിൽ നടന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ മിനിറ്റ്സ് അടക്കമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, ഊഹാപോഹമല്ല. അപ്പോൾ ആ മിനിറ്റ്സ് അടക്കം പരിശോധിക്കുമ്പോൾ അതിലുള്ള കാര്യമെന്ന് പറയുന്നത് ഈ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ മാറ്റം കൊണ്ടുവരിക. അതായത് ഡ്രൈ ഡേ എടുത്തു മാറ്റുക, 1-ാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്തു മാറ്റുക. 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഫറൻസ് എന്നതിനേക്കാളും എടുത്തു പറയേണ്ട കാര്യം നിശ്ചിത ശമ്പളക്കാരായ ആളുകളുടെ ശമ്പള ദിവസമാണ് 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയ തുക ഓരോ മാസവും ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക്, അവരുടെ കയ്യിലേക്ക് വന്നു വീഴുന്ന ദിവസമാണ്, സർക്കാർ ജീവനക്കാരുടേതടക്കം. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളതും ഈ 1-ാം തീയതിയാണ്. അതിനുശേഷം EMI, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി തുക നീക്കിവെക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ പോക്കറ്റിൽ കാശ് കുറയും അല്ലെങ്കിൽ അക്കൗണ്ടിൽ കാശ് കുറയും, ഈ കാര്യങ്ങൾക്കെല്ലാം പോയതിനു ശേഷം. പക്ഷേ 1-ാം തീയതി ശമ്പളം വന്നു വീഴുന്ന ദിവസം വലിയൊരു തുക എന്തായാലും കയ്യിലുണ്ടാകുമല്ലോ, എത്രയായാലും ചെറുതായാലും വലുതായാലും ഒരു നിശ്ചിത തുക ഒന്നിച്ച് കയ്യിലേക്ക് വരുന്ന ദിവസമാണ്. ആ ദിവസം ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ ആർക്കാണ് ലാഭം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ബാർക്കോഴ സംശയിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി ചെയ്യാത്തവരൊന്നുമാണ് LDF എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇന്ത്യ മുന്നണിയാണല്ലോ, LDF ആയാലും UDF ആയാലും രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഴിമതി കാര്യങ്ങളിലൊക്കെ അത്ര വിശുദ്ധരായിട്ടൊന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ബാർ ഉടമ
ഉടമകളുടെ സംഘടന അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ ഇടുക്കിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം അടിയന്തരമായി ഇത് നൽകണമെന്നാണ്. അതിന്റെ കാരണം നോക്കൂ. 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കണം. അത് വിനോദസഞ്ചാര മേഖലയുടെ ആവശ്യമാണോ, ബാർ ഉടമകളുടെ ആവശ്യമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അനിമോന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട്. 2, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നത് ഈ വിനോദസഞ്ചാര മേഖലയെ അങ്ങ് പുഷ്ടിപ്പെടുത്തുന്നതിനാണോ? അല്ല, ബാറുകൾക്ക് വരുമാനം കൂട്ടുന്നതിനാണ്. അടിച്ച് ഓഫായി വീണ്ടും കുറച്ച് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന് അടിക്കട്ടെ, അങ്ങനെ വരുമാനം കൂടട്ടെ. അതായത് ഈ മദ്യപിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാകും. ഞാൻ മദ്യപിക്കാറില്ല, പക്ഷേ മദ്യപിക്കുന്ന ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തുടങ്ങുന്ന ഘട്ടത്തിലല്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ മദ്യം വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ സമയം കൂട്ടുമ്പോൾ ഒരു 8 മണിക്ക് തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ 11 മണി കഴിഞ്ഞ് അതങ്ങ് പോവുകയാണെങ്കിൽ അവർ പിന്നീട്, അതായത് നമ്മുടെ ഒരു ബോധം നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും പിന്നെ അങ്ങ് വാങ്ങിക്കുകയാണ്, ചുറ്റുമുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കൂടുതൽ പണം ബാറിന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നുള്ളത് ചുരുക്കം. 3-ാമത്തേത് പുതിയ എക്സൈസ് പരിശോധനകൾ. അടുത്ത കാലത്ത് തുടങ്ങിയ എക്സൈസ് പരിശോധന ഒഴിവാക്കണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 2.5 ലക്ഷം വീതം പെട്ടെന്ന് തന്നേക്ക്, നമുക്ക് കൊടുക്കണം. ഇലക്ഷൻ കഴിഞ്ഞ കൗണ്ടിങ് കഴിഞ്ഞാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനം വരാൻ പോവുകയാണ്. കൗണ്ടിങ് കഴിഞ്ഞാൽ ഉടൻ തീരുമാനം വരാൻ പോകുന്നു എന്നുള്ളത് അനിമോൻ പറഞ്ഞിട്ടല്ല നമ്മളൊന്നും അറിഞ്ഞത്. അത് മാർച്ച് മാസത്തിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് അന്ന് തള്ളാമായിരുന്നല്ലോ. അനിമോന്റെ ശബ്ദരേഖ വരുമ്പോഴല്ല എം പി രാജേഷ് അത് തള്ളേണ്ടിയിരുന്നത്. ഡ്രൈ ഡേ കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ തള്ളണമായിരുന്നു. അപ്പോൾ തള്ളാനും കൊള്ളാനും വന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷിനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആ ഡെൻമാർക്കിൽ ചീഞ്ഞു നാറുന്നത് എന്താണെന്നുള്ളത് മലയാളിക്ക് അറിഞ്ഞേ പറ്റൂ. ഇനി ബാർക്കോഴ ആരോപണത്തിൽ കെ മാണിയെ വേട്ടയാടിയിട്ട് ആ വേട്ട മുഴുവൻ നടത്തി കഴിഞ്ഞിട്ട് 2020 ആകുമ്പോഴേക്കും കെ മാണിയും പാർട്ടിയും ഒക്കെ അങ്ങ് വിശുദ്ധരാവുകയാണ്. എന്നിട്ട് ഒപ്പം കൂട്ടുന്നു, കൂടെ നിർത്തുന്നു, വെളുപ്പിക്കുന്നു. അതുകൊണ്ടാണ് വി ഡി സതീശൻ ചോദിച്ചത് നോട്ടെണ്ണുന്ന യന്ത്രം എവിടെയാ, AKG സെന്ററിലാണോ ഇരിക്കുന്നതെന്ന്. ആ ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഇന്ന് വി ഡി സതീശൻ എന്തായാലും ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിലാണ് ഇപ്പുറത്ത് വേട്ടയാടിയത്. അപ്പോൾ വേട്ടയാടിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ ക്രൂശിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായി ബിജു രമേശിന്റെ ആരോപണം ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ണിസാർ അവിടെ പറഞ്ഞത്. ബിജു രമേശിനെ വിശ്വാസത്തിലെടുക്കാമെങ്കിൽ അതുപോലെ തന്നെയുള്ളൊരു കള്ളു കച്ചവടക്കാരനാണ് ഈ അനിമോനും ബിജു രമേശും തമ്മിൽ നമുക്കെന്താ വ്യത്യാസം? രണ്ടുപേരും നടത്തുന്നത് കള്ളു കച്ചവടമാണ്. അപ്പോൾ ആ 2 വ്യവസായികളും പറയുന്നതിനെ അതേ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. പിന്നെ മദ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോഴ നൽകാൻ ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള കാര്യം ഇവിടെ തെളിയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസോസിയേഷന്റെ ആകത്തുകയായി അസോസിയേഷന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം പിരിച്ച പണം കൈമാറി കഴിഞ്ഞു സാർ. 650 പേരുണ്ട് സംഘടനയിൽ. അതിൽ 450 പേരിൽ നിന്ന് 1 ലക്ഷം വീതം വാങ്ങിയെന്നാണ് സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ 4.5 കോടി ഇതിനകം തന്നെ പിരിച്ചു കഴിഞ്ഞു. 4.5 കോടി അപ്പോൾ ആർക്കാണ് കൊടുത്തത്? അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല എങ്കിൽ ഇങ്ങനെയൊരു യോഗം നടക്കുകയും അതിന്റെ മിനിറ്റ്സും ഡ്രൈ ഡേ ഒഴിവാക്കാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് ഇത് എത്തില്ല. കെ എം മാണിയുടെ നോട്ടെണ്ണൽ യന്ത്രം എന്നൊക്കെ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്ത് വിടുകയല്ല. ഇവിടെ നയം മാറ്റുന്നതിന്, കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന്, ഇതൊന്നും അങ്ങനെ ചുളുവിൽ ചെയ്ത് കൊടുക്കുന്നതൊന്നുമല്ല. ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ ആരായാലും ഏത് മുന്നണിയായാലും അധികാരത്തിൽ വരുമ്പോൾ അത് UDF ആയാലും LDF ആയാലും പണം വാങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ബാർ ഉടമകൾ അക്കാര്യങ്ങൾ പരസ്യമായും രഹസ്യമായും പറയാറുമുണ്ട്. അതൊരു വസ്തുതയാണ്. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പുതുതായി 130 ബാറുകൾക്ക് അനുമതി കൊടുത്തു. വെറുതെയാണോ? 130 ബാറുകൾ കൂടി അങ്ങ് കൂട്ടിയത്? മദ്യ നിയന്ത്രണം അങ്ങനെ എന്തോ ആയിരുന്നല്ലോ പറഞ്ഞത്. അതായത് മദ്യവർജനമല്ല നയം, മദ്യത്തിന്റെ ഉപയോഗം പതുക്കെ കുറച്ചുകൊണ്ടുവരും. ഇങ്ങനെയാണ് കുറയ്ക്കുന്നത്. അതായത് സമയം കൂട്ടിക്കൊടുക്കും ബാറുകൾക്ക്. ഇന്റർനാഷണൽ കോൺഫറൻസ്, അത് ഞാൻ മറന്നിട്ടില്ല, ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കണം. ആ ഒരു ന്യായം പറയാം. ടൂറിസത്തിന്റെ വളർച്ച അത് വേണം. നമ്മുടെ നാട്ടിൽ ടൂറിസം വളരണം. പക്ഷേ വിദേശത്തു നിന്ന് വരുന്നവർക്ക് 1-ാം തീയതി മദ്യപിക്കാനായി ഡ്രൈ ഡേ എടുത്ത് മാറ്റി കൊടുത്തുകൊണ്ടുള്ള ഇളവല്ല അവിടെ വേണ്ടത് എന്നുള്ളതാണ്. 1000-ഓളം ബാറുകളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ പ്രഖ്യാപിത നയം. ആ ഡ്രൈ ഡേ മാറ്റുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇന്ന് കണ്ട ഒരു ക്യാപ്ഷൻ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതൊന്നുകൂടി പറയുകയാണ്. കേൾക്കുമ്പോൾ അതൊരു സ്മോൾ സഹായമാണ്, പക്ഷേ ലാർജ് ഇമ്പാക്റ്റ് ആണ് കീശ വീർക്കുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അനിമോൻ സസ്പെൻഷനിലാണ്. ഇപ്പോഴത്തെ പുതിയ നറേറ്റീവ് അതാണ്. അനിമോൻ സസ്പെൻഷനിലാണ്. അനിമോൻ സംഘടനയുമായി എതിർത്ത് നിൽക്കുകയായിരുന്നു. ഇതെല്ലാം പറയുന്നത് എപ്പോഴാണ്? അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതിന് ശേഷം. പിന്നെ ഏറ്റവും വലിയ നുണ, 7 വർഷത്തിനിടെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന്. ഇതൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കണം. തൊണ്ട തൊടാതെ വിഴുങ്ങണം. മലയാളി എന്താ പൊട്ടനാണോ? മലയാളിയെ പൊട്ടനാക്കാൻ നോക്കുകയാണോ? ഈ സംഘടനാ നേതാവ് വന്ന് ഇതെല്ലാം പറഞ്ഞ് ഉടനെ മന്ത്രി കുറേ വലിയ ന്യായവാദങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇത്രയും നീട്ടിപ്പരത്തി പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഉള്ളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പൊള്ളും. ആ പൊള്ളി തുടങ്ങിയതിൻ്റെതാണ് എക്സൈസ് മന്ത്രിയുടെ ആ നെടുങ്കൻ വ്യാഖ്യാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെട്ടിട നിർമ്മാണ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ആ കെട്ടിടം എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. തിരുവനന്തപുരവും കൊച്ചിയും. അപ്പോൾ ആ തിരുവനന്തപുരത്തെ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നുള്ള പുതിയ വ്യാഖ്യാനമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നേരത്തെ 4.5 കോടി പിരിച്ചു. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ 60 ലക്ഷം. അതുപോലെ തന്നെ ഈ കുറച്ച് പണം കൂടി കൂടുതൽ വേണം. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് പണം വാങ്ങാനായിട്ട്
ആവശ്യപ്പെട്ടത്. അതായത് 2.5 ലക്ഷം പിരിക്കാനുള്ള ഒരു തീരുമാനം ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് അനിമോൻ പറഞ്ഞത്. അതായത് ഇവർക്ക് തന്നെ തെറ്റിപ്പോയി, സ്ക്രിപ്റ്റ് ശരിയായില്ല. അതായത് ഒരു ഭാഗത്ത് അനിമോനെ തള്ളി പറയുന്നു, മറുഭാഗത്ത് പറയുന്നു കെട്ടിടം പണിയാൻ ഈ 2.5 ലക്ഷം വേണം, അത് പിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്ക് കെട്ടിടം പണിയാനാണ്? സംഘടനയ്ക്ക് തന്നെയാണോ, അത് ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ പണമെല്ലാം അങ്ങ് കൊണ്ട് കൊടുക്കാൻ, അതും സർക്കാരിന്റെ ഭാഗമായ ഏതെങ്കിലും വ്യക്തികൾക്ക് കൊണ്ടുപോയി അവർക്ക് കെട്ടിടം പണിയാനാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനിയുള്ള ഒരു സാധ്യത, എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് DGPക്ക് പരാതി നൽകി. ആരാ അന്വേഷിക്കുന്നത്? കേരള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ DGPക്ക് ഈ പരാതി കൊടുത്തിരിക്കുകയാണ്. ശബ്ദരേഖയിലുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അനിമോനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? എത്ര വലിയ ആരോപണമാണ് പറഞ്ഞത്? പേരിനൊരു പരാതി, അതല്ലാതെ അതിനപ്പുറം എന്താ ഇന്ന് സംഭവിച്ചത്? എത്ര വലിയ ആരോപണമാണ് ഒരു സർക്കാരിനെതിരെ, അതിലെ മന്ത്രിക്കെതിരെ, ഒരു സർക്കാരിന്റെ നയത്തിനെതിരെ പണം വാങ്ങുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അനിമോനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കതിൽ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അനിമോനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. ഇത്രയും വലിയ കള്ളം പ്രചരിപ്പിച്ചത് എന്തിനാണ്? മാധ്യമങ്ങൾക്ക് ഈ ശബ്ദരേഖ അനിമോനോ അല്ലെങ്കിൽ അയാളുമായി ബന്ധമുള്ള ആളുകളോ കൊടുക്കാതെ കിട്ടില്ലല്ലോ. ആ ശബ്ദരേഖ അടക്കം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അയാൾ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെങ്കിൽ ഒരു സർക്കാരിനെ അങ്ങ് അപകീർത്തിപ്പെടുത്തുകയല്ലേ? അയാളെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? ഈ സംഘടനയിലുള്ള ആളുകൾ അനിമോന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് പറയുന്നതാണ് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റിന് പരാതി കൊടുക്കാമല്ലോ. അനിമോൻ സംഘടനയെ അപകീർത്തിപ്പെടുത്തി, അനിമോനെ നേരത്തെ പുറത്താക്കിയതിനെ വാശി തീർത്തതാണ്, പരാതി കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? കൃത്യമായി ഇവിടെ പണം വാങ്ങിയിട്ടുണ്ട്, അത് കൃത്യമാണ്. അത് പ്രതിപക്ഷത്തിന് നട്ടലുണ്ടെങ്കിൽ, പ്രതിപക്ഷവും ഇങ്ങനെയുള്ള ഈ അഴിമതിയിൽ നിന്നൊന്നും മുക്തമായി നിൽക്കുന്നവരൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നട്ടലുണ്ടെങ്കിൽ അവർ ഈ വിഷയം കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരണം. അന്ന് കെ മാണിയെ വേട്ടയാടിയത് ബിജു രമേശിന്റെ ഒരു ചർച്ചയ്ക്കിടയിലെ പ്രസ്താവനയെ പിടിച്ചുകൊണ്ടാണെങ്കിൽ ഇതിലെ തെളിവുകൾ പുറത്തു വരട്ടെ. അനിമോൻ ഈ 2.5 ലക്ഷം വീതം വാങ്ങി. അനിമോൻ ഇപ്പോൾ അവിടെ ഒരു കളങ്കിതനായി നിൽക്കുകയാണ്. അനിമോന് രംഗത്തേക്ക് വരാം. അനിമോൻ ഇപ്പോൾ വേറെ എവിടെയൊക്കെയാണെന്നാണ് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനിമോന് രംഗത്തേക്ക് വരാമല്ലോ. അയാൾ പറഞ്ഞത്, സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞത്, എന്തായാലും പുറത്താണല്ലോ, സംഘടനയ്ക്ക് പുറത്താണല്ലോ അനിമോൻ. അപ്പോൾ അത് പറയാം. അതോടൊപ്പം ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ മതി. 10 ദിവസം കഴിഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിയും. 1-ാം തീയതി വോട്ടെടുപ്പ് കഴിയുന്നതോടെ, ഈ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ ജൂൺ 4 ആകുമ്പോഴത്തേക്കും അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് വരാം. അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നു, എനിക്കറിയില്ല. പിന്നെ ഈ ബാറിന്റെ എണ്ണം കൂടി, പക്ഷേ ഈ ടേൺ ഓവർ ടാക്സ് കുറയുന്നതിനെ കുറിച്ചൊക്കെ മന്ത്രി ദീർഘമായി വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. ഈ 4-ാം തീയതി കഴിഞ്ഞിട്ടുള്ള തീരുമാനം എന്താണെന്ന് നോക്കാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അനിമോന്റെ ശബ്ദരേഖയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സംഭവിപ്പിക്കാതിരിക്കാം, പക്ഷേ അത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അനിമോൻ തന്നെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ അനിമോനെതിരെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകണം. ഇനി ഒറ്റ കാര്യമേ എനിക്ക് പ്രതിപക്ഷത്തെ അവിശ്വസിക്കാനായിട്ട് തോന്നുന്ന ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് ഫാബ്രിക്കേറ്റഡ് ആയി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടി അനിമോനെ പ്രതിപക്ഷം രംഗത്തിറക്കിയതാണ്. ആ ഒരു വാദമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണ്. കാരണം അനിമോന്റെ ശബ്ദരേഖ മുന്നിലുണ്ട്, ഈ പണപ്പിരിവ് നടത്തിയെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പണം എത്തിയ അക്കൗണ്ട് അത് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ടാണോ എന്നത് പ്രതിപക്ഷത്തിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പ്രതിപക്ഷം കുറച്ചുകൂടി ആക്റ്റീവ് ആകണം. കമോൺ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി നോക്കൂ, എല്ലാവരും ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ ആരായാലും പണം വാങ്ങും എന്നുള്ള ഒരു പൊതുവൽക്കരണം അത് അപകടകരമായ ഒരു കാര്യമാണ്. നോക്കൂ, ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരെ പിരിച്ച് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 500-600 പേര് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതൊന്നും പുറത്തു വരില്ല എന്നാണോ കരുതുന്നത്? അപ്പോൾ നമ്മൾ എല്ലാവരെയും അഴിമതിക്കാരാക്കുക, ആളുകളുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അങ്ങനെയല്ല നമ്മൾ മദ്യനയം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനൊരു ചർച്ച നടത്തുന്നതിനാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അജണ്ട പുറത്തു വരികയാണല്ലോ. അപ്പോൾ എന്തിനാണ് അങ്ങനെയെങ്കിൽ സർക്കാരിൽ നിന്ന് ആരോ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ആലോചനകൾ നടക്കുന്ന എത്തിക്കുന്ന ആരോ ഉണ്ട്. ആ ഒരു അന്വേഷണം കൂടെ നടത്തും. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ. സെക്രട്ടറിമാരുടെ ഒരു സമിതിയുണ്ട്, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള. ആ സമിതി ഇതിനകം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ സമിതിയുടെ ഒരു നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡ്രൈ ഡേ നീക്കം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വരുമാനം ഇത്ര വർദ്ധിക്കുമെന്ന്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതല്ലല്ലോ സാധാരണഗതിയിൽ ഒരു എക്സൈസ് മന്ത്രിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനുശേഷം ഈ വിവാദങ്ങൾക്ക് ശേഷം ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് സ്മൃതി ആവർത്തിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ആ ചർച്ച നടക്കുകയും ഉദ്യോഗസ്ഥ തലം, അതായത് സെക്രട്ടറിമാരുടെ ആ യോഗം സംസ്ഥാന സർക്കാരിനോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആദ്യം സംസ്ഥാന പാർട്ടികൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷ പാർട്ടികളുടെ
ഇവിടെ സംസ്ഥാന ഏകോപന സമിതിയുണ്ട്. ആ സമിതി അംഗീകാരം കൊടുത്താൽ മാത്രമേ ക്യാബിനറ്റ് അക്കാര്യം പരിഗണിക്കുകയുള്ളൂ. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്നിട്ട് 600 പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്ത് വരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് നമ്മൾ സംശയം പ്രകടിപ്പിക്കുന്നു. ആരായാലും പണം വാങ്ങും, എല്ലാവരും ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ ഈ വേദിയിൽ ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളെന്തിനാണ് പ്രതിപക്ഷത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ തന്നെ അന്വേഷണം നടത്തിയാൽ പോരെ? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാൻ വല്ല 600 പേര് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു അഴിമതി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പണി നിർത്തുകയല്ലേ വേണ്ട. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം എന്ന് പറയുന്നത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ആ മദ്യവർജനത്തിലേക്ക് എങ്ങനെ ആളുകൾ എത്തിക്കുക? അത് എന്താ പറയുക, ബാർ കോഴ കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് മദ്യവർജനമാണ്, മദ്യനിരോധനം സാധ്യമല്ല. ആ സമയത്ത് മദ്യനിരോധനം നടപ്പാക്കാനായിരുന്നു UDF സർക്കാർ നോക്കിയത്. അത് പൊളിഞ്ഞു പാളിസായിരിക്കുന്നു. എല്ലായിടത്തും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലായിടങ്ങളിലും ഗുജറാത്തിലേക്ക് പോകാം. ഗുജറാത്തിലെ മദ്യനിരോധനം ഞാൻ അവസാനിപ്പിച്ചു, നിങ്ങൾ തുടർന്നോളൂ. ഗുജറാത്തിലെ മദ്യനിരോധനം നടപ്പാക്കി നിങ്ങൾക്ക് അവിടെ മദ്യം ഒഴുകുകയാണ്. അവിടെ എല്ലാം ഈ പറയുന്ന ചർച്ച തുടരേണ്ടതുണ്ട്. ഞാൻ ചോദിക്കാൻ വന്നത് ഈ സാറ് പറഞ്ഞല്ലോ ഗുജറാത്തിലേക്ക് സാറ് പോകുന്നതിന് മുമ്പ് നമുക്ക് കേരളത്തിൽ നിൽക്കാം. ഇവിടെ കേരളത്തിൽ ഈ ബാറുകൾക്ക് സമയം നീട്ടിക്കൊടുക്കുക അങ്ങനെ ഒരു ആലോചനയെ നടന്നിട്ടില്ല എന്നാണോ? ഈ സെക്രട്ടറിമാരുടെ യോഗം, ഉദ്യോഗസ്ഥരുടെ യോഗം എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ആ യോഗത്തിൽ ആലോചനയായത്? അങ്ങനെ ഒരു വാർത്തയേ ഇല്ല എന്ന മട്ടിൽ സംസാരിച്ചപ്പോൾ അതിലെനിക്കൊരു സംശയം തോന്നിയതാണ്. എനിക്കറിയില്ല. ഇതുമായിട്ട് ഡ്രൈ ഡേ ഒഴിവാക്കുന്ന അടക്കമുള്ള വിഷയം വന്നതാണ്. നമ്മളൊക്കെ വാർത്തയും കൊടുത്താണ് ചർച്ചയായതാണ്. അന്ന് നേരത്തെ പറഞ്ഞ സൂര്യ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അപ്പം നിഷേധിക്കാത്ത കാര്യം ഇപ്പോൾ നിഷേധിക്കുക, അങ്ങനെ ഒരു ആലോചനയില്ലാത്ത കാര്യം. രണ്ടുപേർക്കും ഈ ലോകം തിരിഞ്ഞിട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനം എടുക്കുന്നത് അതത് പാർട്ടികൾ ആലോചിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ആ വിഷയം അവതരിപ്പിച്ച് ആ മുന്നണി അംഗീകാരം നൽകി അത് ക്യാബിനറ്റിലേക്ക് എത്തിച്ച് ക്യാബിനറ്റാണ് അക്കാര്യത്തിന് അംഗീകാരം അന്തിമമായി കൊടുക്കുന്നത്. ക്യാബിനറ്റ് വെറും ഒരു സാങ്കേതികമായി മാത്രം തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൻ്റെ വരും വരായികളൊക്കെ കണക്കുകൾ വെച്ച് ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും. ആ കണക്കുകളാണ് എക്സൈസ് വകുപ്പിലേക്ക് എത്തുക. ഇപ്പോൾ CPM-ൽ ആലോചിക്കുന്ന സമയത്ത്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ ആലോചിക്കുമ്പോൾ MP രാജേഷ് എന്ന മന്ത്രിക്ക് കണക്ക് പറയാൻ വേണ്ടേ? ആ കണക്ക് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന കണക്കായിരിക്കും, അല്ലാണ്ട് അദ്ദേഹം അയാളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്നുള്ള കണക്കല്ലല്ലോ ഉണ്ടാവുക. ശരി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഡ്രൈ ഡേ ഒഴിവാക്കുന്ന അടക്കം പ്രതിപക്ഷത്തോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ IT പാർക്കിൽ ബാറിൻ്റെ കാര്യത്തിലും ഞങ്ങളോട് ആലോചിക്കാതെയാണ്. അപ്പോൾ ഈ സാമ്പത്തിക സബ്ജക്ട് കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിനെ ഈ യോഗത്തിൽ പ്രതിപക്ഷമായിട്ട് ആലോചിക്കുക സ്മൃതി. പ്രതിപക്ഷമായിട്ട് ഓരോ നയത്തിലും പ്രതിപക്ഷമായിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഗവൺമെൻറ്റാണ് നയം അവതരിപ്പിക്കേണ്ടത്. അത് പിന്നീട് നിയമസഭയിൽ വരുന്ന സമയത്ത്, സബ്ജക്ട് കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് അവർക്ക് അഭിപ്രായം പറയാം. സ്വാഭാവികമായിട്ടും ഇവിടെ ഭരണപക്ഷം നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളൊന്നും പ്രതിപക്ഷം അംഗീകരിക്കുന്ന രീതിയില്ല. അത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴിമതി ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് അത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിലാക്കുക, അങ്ങനെ സർക്കാരിനെ പ്രതിരോധിക്കുക. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം. ശരി. അല്ല, നേരത്തെ പിന്നെ ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നത്തെക്കുറിച്ച് സുജയ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് ഈ ബിജു രമേഷിനെ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ അനിമോനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ബിജു രമേഷിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അനിമോനെ അവിശ്വസിക്കുന്നു ആ പ്രശ്നമല്ല ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് ബിജു രമേഷ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണം വളരെ കൃത്യതയോടുകൂടി ഉന്നയിച്ചു എന്നുള്ളതാണ്. ആരോപണമാണ്, പക്ഷേ ഉന്നയിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു മറയും അയാൾ വെച്ച് പുലർത്തിയിട്ടില്ല. അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് KM മാണിക്ക് 1 കോടി രൂപ കൊടുത്തു എന്ന് തന്നെയാണ്. രണ്ടാമത്, അദ്ദേഹം ആ കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ പോയി കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിലാണ് KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും ആരോഗ്യമന്ത്രിയായ VS ശിവകുമാറിനെയും അതുപോലെ തന്നെ അന്നത്തെ എക്സൈസ് മന്ത്രിയായ K ബാബുവിനെയും ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഇവർക്കും ഇതിൽ പങ്കുണ്ട്, ഇവർക്കും പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ബിജു രമേഷ് ഈ രീതിയിൽ ആരാണ് പണം ചോദിച്ചത്, ആരാണ് പണം കൈപ്പറ്റിയത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ബിജു രമേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കേസ് വലിയൊരു കേസാവുകയും പല ഏജൻസികൾ അന്വേഷിക്കുകയും അക്കാര്യത്തിൽ ഹൈക്കോടതി വരെ പോവുകയും ഹൈക്കോടതി അക്കാര്യത്തിൽ കമൻറ്റ് പറയുകയും മാണിക്ക് രാജിവെക്കേണ്ടി വരികയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായത്. അത് ജനങ്ങളും ഏറ്റെടുത്തു. കാരണം വളരെ കൃത്യമായിട്ടാണ് ആ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അനിമോൻ്റെ ശബ്ദരേഖ നമ്മുടെ മുന്നിലുള്ളതിനകത്ത് അനിമോൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ പേര് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു മന്ത്രി പൈസ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മന്ത്രി പൈസ ആവശ്യപ്പെട്ടു,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പൈസ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മുന്നണി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു, ഇതൊന്നുമില്ല. നമുക്കിതാ മദ്യനയം വരാൻ പോകുന്നു. അങ്ങനെ മദ്യനയം വരാൻ പോകുമ്പോൾ നമുക്ക് ചില സൗജന്യങ്ങൾ വേണം. ആ സൗജന്യങ്ങൾ ഡ്രൈ ഡേ ഒഴിവാക്കലാണ്, സമയം കൂട്ടിയെടുക്കലാണ്, അതിന് നമ്മൾ പൈസ സമാഹരിക്കണം, അത് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഡയറക്റ്റ് അല്ല. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു എന്നില്ല, ഏത് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു എന്നില്ല. ആ അർത്ഥത്തിൽ ഇത് ദുർബലമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടെയും സ്റ്റാൻഡ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ argument. അല്ല, ഇതിനകത്ത് അന്വേഷണം നടത്താൻ പറയുന്നുണ്ടല്ലോ, അതെ. DGP ക്ക് പരാതി കൊടുക്കുന്നുണ്ടല്ലോ. സ്വാഭാവികം. അപ്പൊ ആ അന്വേഷണം എങ്ങനെയാണ്? ഈ അനിമോൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമാണോ വേണ്ടത് എന്ന് നമുക്കൊരു അഭിപ്രായമായിട്ട് പറയാമല്ലോ. അതെ. അപ്പുറത്ത് ഇദ്ദേഹം പറയുന്നു പണം പിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനാണെന്ന് സുനിൽകുമാർ പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ ആ ചർച്ചയുടെ അജണ്ട എന്താണെന്ന് പുറത്തു വന്നിട്ടുള്ളതാണ്. അതല്ല ചർച്ച ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങോട്ടേക്ക് അന്വേഷണം പോകുമോ? ഇത് ഇനി അഥവാ സ്വാഭാവികമല്ലേ? സർക്കാരിൽ ഞാൻ നിന്നും വിചാരിക്കുന്നത് ആരാണ് ഇവിടെ ഒരു നയം രൂപീകരിക്കുന്നതിന് അല്ല, അങ്ങനെയൊന്നും പോകില്ല. അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല ഈ അന്വേഷണത്തിന്. അതെങ്ങനെയാണ്? കാരണം വെച്ചാൽ അതാ ഞാൻ പറയുന്നത്, ഈ കേസ് വളരെ ദുർബലമാണ്. ഇത് രണ്ടാം ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ അത്ര വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട. കാരണം ഇത് നിലനിൽക്കില്ല. അതാണ് എൻ്റെ കാര്യം. ബേസിക്കലി നിലനിൽക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ DGPക്ക് MP രാജേഷ് പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അനിമോനെയാണല്ലോ ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അനിമോൻ്റെ ഫോൺ പിടിച്ചെടുക്കണമല്ലോ. പിന്നെ അനിമോൻ ഈ പറയുന്ന യോഗത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയണമല്ലോ. അത് ഈ പറയുന്ന കൊച്ചി ഹോട്ടലിലെ ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനൊരു യോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ അർത്ഥത്തിലൊക്കെയാണ് ഈ അന്വേഷണം നടക്കുക. അതല്ലാതെ ഈ പറയുന്ന നേരെ പോയിട്ട് സർക്കാർ ആരെങ്കിലും ഒരു ഏജന്റിനെ അങ്ങോട്ട് വിട്ടോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി ഇടനില നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇടനില നിന്നോ, ഇങ്ങോട്ടൊന്നും ഈ അന്വേഷണത്തിന് പോകാനേ കഴിയില്ല. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. കാരണം ഇത് ഒട്ടും ക്ലിയറായ ഒരു കേസല്ലെന്നേ. ഇതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, ഞാനിപ്പോൾ പറയുകയാണ്, പിന്നെ നമുക്ക് കുറച്ച് പൈസ സംഘടിപ്പിക്കണം, നമുക്കൊരു പുതിയ ചാനലിൻ്റെ ലൈസൻസ് എടുക്കാം, ആ ലൈസൻസിന് നമുക്ക് കേന്ദ്രത്തിലേക്ക് പൈസ കൊടുക്കാം, അങ്ങനെ നമുക്ക് കുറച്ച് പൈസ സമാഹരിക്കണം എന്ന് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ പിന്നെ കേന്ദ്രത്തിലെ ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന IB മിനിസ്റ്റർ ഇംപ്ലിക്കേറ്റഡ് ആയോ? അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ IB സെക്രട്ടറി ഇംപ്ലിക്കേറ്റഡ് ആയോ? ഇല്ലല്ലോ. ഞാനങ്ങനെ എവിടെയും തൊടാത്തൊരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശം പറഞ്ഞ ആൾ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് സർ, അതിൽ മദ്യനയം വരാൻ പോകുന്നു. ഇൻഫർമേഷൻ ക്ലിയർ ആണല്ലോ. അതെ. അത് അനിമോൻ പറയുമ്പോഴാണോ നമ്മൾ ആദ്യം കേൾക്കുന്നത്? അല്ല. അങ്ങനെ ഒരു ആലോചന സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിലെങ്കിലും പ്രൊവൈഡഡ്, മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു നയത്തിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് തുടങ്ങുമോ എന്ന് എനിക്കറിയില്ല. സുജയ പറയുന്നതിന്റെ ആ എക്സ്റ്റൻഷനിലേക്ക് ഒരു ഭാഗത്ത് ഈ അന്വേഷണം പറഞ്ഞുകൂടെന്നേ. അല്ല. ഇത് മദ്യനയം ഒരു സർക്കാർ പറയുന്നത് പോലെ അല്ലല്ലോ. ബെനിഫിഷ്യറിയാണ് സർ അനിമോൻ. ശരി, ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരിക്കൽ മാത്രം പ്രഖ്യാപിക്കുന്നതല്ല മദ്യനയം. മദ്യനയം എല്ലാ വർഷവും പ്രഖ്യാപിക്കും. എല്ലാ വർഷവും മദ്യനയം പ്രഖ്യാപിക്കുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയാലോ. അത് മാർച്ചിലാണ് പ്രഖ്യാപിക്കുക. ഇപ്രാവശ്യം മാർച്ചിൽ പ്രഖ്യാപിക്കാതിരുന്നത് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ മദ്യനയം ഉണ്ടാകുമെന്ന് പറയാൻ പുതിയൊരു ഇൻഫർമേഷൻ ഒരു മദ്യ വ്യവസായിക്ക്. പക്ഷേ മദ്യനയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അതേത് തരത്തിലാണ്? അത് മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ പണം കൊടുക്കാം. നേരത്തെ MP രാജേഷ് ടെലിഫോൺ ലൈനിൽ എന്നോട് പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കുന്ന ദിവസം രാവിലെ എല്ലാ മാധ്യമങ്ങളും ഹെഡ്ലൈൻ വാർത്തയായി പറഞ്ഞത് ഡ്രൈ ഡേ പിൻവലിക്കും എന്നാണ്. ഡ്രൈ ഡേ പിൻവലിച്ചില്ലല്ലോ എന്നാണ് ചോദ്യം. ഇവിടെ അനിമോൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എന്താണ്? പുതിയ പോളിസി ഉടൻ വരുന്നതാണ്. 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിലും പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. ആർക്ക് കൊടുക്കണം? രാജേഷിന് കൊടുക്കണോ? ഗോവിന്ദന് കൊടുക്കണോ? വിജയന് കൊടുക്കണോ? ഈ കാര്യം പറഞ്ഞാൽ മതി. അവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. അത് മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ അനിമോനെ അറസ്റ്റ് ചെയ്യുന്നു. അനിമോനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനിമോൻ ഒരു മൊഴി കൊടുക്കത്തില്ല, എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ അനിമോൻ പറയട്ടെ, ആർക്കാണ് കൊടുക്കേണ്ടത്? രാജേഷിനാണോ കൊടുത്തത്? ഗോവിന്ദനാണോ കൊടുത്തത്? ഈ പറഞ്ഞ അല്ലെങ്കിൽ CPM കൊടുത്തോ, CPI കൊടുത്തോ? ഇതൊക്കെ അനിമോൻ പറയട്ടെ. അവിടെ മുതൽ ഈ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയാം? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ നിൽക്കുന്ന ശബ്ദരേഖ വെച്ചിട്ടൊരു കേസ് ഫ്രെയിം ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരൊറ്റയാളെ കുറിച്ച് പറയുന്നില്ല, ഒരു പാർട്ടിയെ കുറിച്ച് പറയുന്നില്ല. അനിമോൻ ഒരു കാര്യം ഇങ്ങനെ പരത്തി പറഞ്ഞിരിക്കുന്നു. പറയട്ടെ, ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. അനിമോൻ പരത്തി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പിരിവ് ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് സംഘടനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവും പറഞ്ഞത് പൊതുമധ്യത്തിലുണ്ട്. അപ്പോൾ അത് അയാൾ സർക്കാരിനെ ഫേവർ ചെയ്തും മറ്റേത് പിരിക്കാൻ ആവശ്യപ്പെട്ടും പറയുന്ന രണ്ട് ഡയലോഗ്സ് ഇപ്പോൾ തന്നെ അന്വേഷണം ആ രൂപത്തിലേക്കൊക്കെ പോകുമെന്നാണ് നമുക്കറിയാം. ഒരു മിനിറ്റേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിലവാരത്തിൽ സർക്കാരിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ അതിന് പാകത്തിലുള്ള ഒരു മെറ്റീരിയൽ ഇപ്പുറത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിലവിലില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ അറസ്റ്റ് ചെയ്ത് ഇനി അയാൾ പോയിട്ട് രഹസ്യമൊഴി കൊടുക്കുകയോ
മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസിന് മുഴുവൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആരെയുടെങ്കിലുമൊക്കെ പേരൊക്കെ പറയുകയോ അത്തരം കാര്യങ്ങൾ വാർത്തയായിട്ട് പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതൊരു കേസായി മാറും. ശരി അത് ബാർ ഇത് കോഴ തേച്ച് സംശയിക്കരുത്. മാറ്റിക്കളയാൻ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. സുജിയുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ, എല്ലാവരും അഴിമതിക്കാരാണ്. ശരി, എല്ലാവരും ബാർ കോഴ അഴിമതിക്കാരെന്നല്ല, അഴിമതി സംശയിക്കരുത് ചെയ്യുന്നവരെ എന്നുള്ള പറഞ്ഞുള്ളൂ. ചോദ്യം- ഇടതുപക്ഷത്തെ എന്നത്തി പറയുമ്പോൾ നോ എന്ന് പൂണ്ട് വരേണ്ട ആവശ്യമില്ല. വോട്ടെടുപ്പ് പറഞ്ഞു. നീതി എഡിറ്റേഴ്സിന് നാളെ നമസ്കാരം. Meet the editors.